എന്തിനാ അമ്മ ഇലയൊക്കെ? ആ നിന്റെ അച്ഛൻ റോഡിൽ എവിടെ വീണ് നെറ്റിയും മുഴപ്പിച്ച് വന്നിരിക്കുക. അതെങ്ങനെ? കടയിൽ മിക്ക ദിവസം നടന്നല്ലേ പോകുന്നത്. ബസ്സിൽ പോവാൻ പറഞ്ഞ കേക്കില്ല. വെറുതെ മനുഷ്യന് മെനക്കെടുത്ത. മോളെ, നീ ഇന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ അമ്മ, ഓഫീസിൽ നിന്ന് കഴിച്ചു. അമ്മയോ? ആ, ഞാനിന്ന് ഉച്ചയ്ക്ക് ലതയുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചു. ഇന്ന് അവളുടെ അച്ഛന്റെ ആണ്ടല്ലായിരുന്നോ? അയ്യോ, നിന്റെ അച്ഛൻ ഇന്നൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. രാവിലെ ഗ്യാസ് തീരുന്നതിന് മുന്നേ ചുട്ട ഒരു ദോശ ഇരിപ്പുണ്ട്, അത് കൊടുക്കാം. ഗ്യാസും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ അങ്ങോട്ട് എത്തിക്കോളാം. ഓ ശരി ചേച്ചി. ചേച്ചി ഗ്യാസ് കൊണ്ടുവന്നുണ്ട്. ചേച്ചി ഗ്യാസ്. ചേട്ടാ, ദീപാവലി എവിടം വരെയൊക്കെ എത്തി? വേണ്ട, ഏയ് വേണ്ട വേണ്ട വേണ്ട. പടക്കത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ? എന്നാ പിന്നെ ഞാൻ കാശി.
എന്താ നിങ്ങൾക്ക് ഈ പാതിരാത്രിയില്? ഗ്യാസ് വാങ്ങാൻ നിനക്ക് എവിടുന്ന പൈസ കിട്ടിയത്? അയ്യോ എന്റെ കരിക്കോത്തിയമ്മേ, നിങ്ങൾ ഇപ്പോഴും അത് ഓർമ്മിച്ചോണ്ടിരിക്കുകയാണോ ഇവിടെ? ദേ ശ്രീ എവിടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടല്ലോ, നിങ്ങളും പോയി കിടന്നുറങ്ങ. ഇത് ചോദിക്കാനായിട്ട് ഈ പാതിരാത്രിയിൽ എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു ഇങ്ങനൊരു മനുഷ്യൻ. എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഞാൻ പോയി കിടക്കാൻ പോവാ. സരോജ നിൽക്ക്. എന്നും കുന്നും അവളുടെ ജീവിതം നന്നായിരിക്കണം, അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത്ര ഇനി ആഗ്രഹിക്കൂ. ഈ കല്യാണം നടന്നു കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ട്, കൃത്രിമം കാണിച്ചിട്ടുണ്ട്. അതൊക്കെ വീട്ടിനുള്ളിൽ നമ്മൾ തമ്മിലുള്ള പിണക്കോ ഇണക്കോ ആണ്. പക്ഷെ അത് വെച്ച് ഞാൻ നിങ്ങളെ ആരുടെ മുമ്പിൽ തോൽക്കാൻ വിട്ടുകൊടുക്കില്ല. ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക, നിങ്ങളോട് ചോദിക്കാതെ ഞാൻ അയാളുടെ മുമ്പിൽ പോയി കൈ നീട്ടില്ല ഒരിക്കലും. ഇതിന്റെ അതെ, നിന്റെ താലിമാല തന്നെ. ഇതിപ്പോ എങ്ങനെയാ? നമ്മുടെ മോള് കൊണ്ടുവന്നതാ, പണയം എടുത്തിട്ട്. എന്റെ കരുക്കൂട്ടിയമ്മേ, നീ താലിമാല പണയം വെച്ചാണ് അടുപ്പിൽ തീ കത്തിച്ചതെന്ന കാര്യം മോളറിയണ്ട. അവൾക്ക് ഭയങ്കര വിഷമാവും. കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. അല്ല, നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കുളിക്കുന്നില്ലേ? ഇന്ന് കടയിൽ പോകാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ഹലോ, ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നത്. കാതും കേൾക്കാതാ ഈ മനുഷ്യന്. ഓ, മൗനവ്രതായിരിക്കും. എനിക്ക് താലിമാല ഇല്ലാത്തതിന്റെ വിഷമാണെങ്കിലേ പുതിയൊരെണ്ണം വാങ്ങിച്ചെന്നാ മതി, ഞാനിട്ടോണ്ട് നടന്നോളാം. ഞാനും നോക്കട്ടെ. എവിടെ 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 ആ, ഓ, അപ്പൊ ഇതാണ് അവസ്ഥ അല്ലേ? എന്താ ഇത് ഇവിടെ എങ്ങനെ കീറിയത്? ഇന്നലെ വീണപ്പോ നെറ്റി മാത്രം മുഴച്ചു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇവിടെ എങ്ങനെ കീറി? പറഞ്ഞ കേക്കട്ടെ.
പറഞ്ഞാ കേക്കില്ല. വല്ലാത്തൊരു ജന്മം തന്നെ. എനിക്ക് നടുവേദന വന്നേ പിന്നെ നിനക്ക് കാര്യമായി വിശ്രമം കിട്ടിയല്ലേ? എനിക്കതൊട്ടില്ലേം താനും. മറിച്ച് നടുവേദന ബോണസായിട്ട് കിട്ടുകയും ചെയ്തു. കൊള്ളാം. ഇനി കഴിക്കാം. എനിക്ക് വേണ്ട സർ. എന്താ? എനിക്ക് വിശപ്പില്ല. താൻ എന്തായി കാണിക്കുന്നത്? നോക്ക് സുലക്ഷ്മി, ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ ഓഫീസിൽ ആരും ഭക്ഷണം കഴിക്കാതെ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ കമ്പനി റൂൾസിലൊന്നും പറയുന്നില്ലല്ലോ. ദയവ് ചെയ്ത് ഇതിന് സാറിനെ നിർബന്ധിക്കരുത്. സാർ എന്തിനാ എന്റെ കാര്യത്തില് ഇത്ര ശ്രദ്ധ കാണിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ച് സാറിനെന്താ? സാർ എന്തിനാ എന്റെ ഭക്ഷണ കാര്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? സാർ എന്തിനാ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സാർ ഇന്നലെ വീട്ടിൽ പോയിട്ടില്ലെന്ന് നജീബ പറഞ്ഞു. സാർ ഇന്നലെ ഉച്ചയ്ക്കും രാത്രിയിലും ഭക്ഷണം കഴിക്കാതെ എങ്ങനെ ഇരിക്കുന്നതെന്നും മനസ്സിലായി. ഇതൊക്കെ എന്തിനാ സർ? ആരോടുള്ള ദേഷ്യ സാർ ഈ കാണിക്കുന്നത്? കാരണം എന്റെ നെഞ്ചമേടിക്കുന്നത് ആ മനുഷ്യനോടൊപ്പം ജീവിക്കാൻ മാത്രാണ്. അത് നിങ്ങളൊരാളാണ് സർ. രവിചന്ദ്രവർമ്മൻ എന്ന നിങ്ങളൊരാൾ മാത്രം. ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും വെറുതെ വളർത്തരുത്. മറ്റൊന്നും നമുക്കിടയിൽ വർക്കൗട്ടാവില്ല ഒരിക്കലും. അല്ലെങ്കിലും ഇതൊരു വല്ലാത്ത കാലവാ. മറ്റൊരു ജോലിയൊന്നും ഇതുപോലെ നടന്നാ കിട്ടൂല. കുടുംബത്തിനു വേണ്ടി അല്പം തലകുനിക്കുന്നതിൽ തെറ്റില്ല. സഹദേവ മുതലാളി അന്നേരത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു കരുതി കാര്യാക്കണ്ട. ധൈര്യമായിട്ട് ചെല്ല്. ഒന്നുമില്ലെങ്കിലും ഒരിക്കലും അവൻ എന്റെ സ്റ്റാഫായിട്ടിരുന്നതല്ലേ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എടാ ബാബു, നീ ഇയാളെ പിടിച്ച് പുറത്താക്ക്. ഇനി ഇയാൾ എന്റെ കാലിന്റെ അടിയിൽ നിന്ന് മോങ്ങിയാ
ചവിട്ടി ഞാൻ ദേ ആ കുഴി തള്ളും. എഴുന്നേക്ക്, വാ വാ ഏട്ടാ, വരാൻ വാ. മുതലാളി എവിടെയെങ്കിലും പോയി തൂങ്ങി ചാവണോ? മനുഷ്യനെ മെനക്കെടുത്താതെ അങ്ങോട്ട് മാറി നിൽക്കണം. വാ ഏട്ടാ. ചേട്ടനെ ഇങ്ങനെ കാണുമ്പോ വല്ലാത്ത വിഷമുണ്ട് എനിക്ക്. ചേട്ടൻ ഇപ്പൊ പോവാൻ നോക്ക്. സഹദേവ മുതലാളി വലിയ ദേഷ്യത്തില. മുതലാളിയല്ല, ആ ചെകുത്താൻ. സത്യം പറഞ്ഞ നിങ്ങളാ എന്നും എന്റെ മനസ്സിലെ മുതലാളി. പഴയ സുദർശന മുതലാളി. എന്നാലിപ്പോ ചേട്ടൻ ഇങ്ങനെ കാണുന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടൻ പോയി മറ്റെവിടെങ്കിലും ജോലി അന്വേഷിക്കാൻ. തൽക്കാലം പോയാട്ടെ. മാത്യൂസ് ഇല്ലേ ഇവിടെ? മാത്യൂസ് ഇല്ലേ ഇവിടെ? അച്ചായൻ കോയമ്പത്തൂര് പോയിരിക്കുക സാധനം വാങ്ങാൻ. എന്താ കാര്യം? അല്ല, മാത്യൂസ് മുൻപ് പറഞ്ഞിരുന്നു ഇവിടെ ഒരു നൈറ്റ് വാച്ചർ വേണമായിരുന്നു. അതിനാള് വന്നല്ലോ, ഒരു ബംഗാളിയാ. ആളെ കിട്ടിയല്ലേ? അതെ. ശരി, ഞാൻ മാത്യൂസിനെ വിളിച്ചോളാം. ശരി. ചേടാ, സോപ്പ് തീർന്ന കാര്യം മറന്നുപോയല്ലോ. ഇതിപ്പോ കുന്നുകൂടിയാ നാളെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതാവുകയും ചെയ്യും. ആ, ഏതായാലും വെള്ളത്തിൽ മുക്കി വെച്ചേക്കാം. അങ്ങേര് വരുമ്പോ അരമുറി ബാർ സോപ്പ് കൂടി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാ മതിയല്ലോ. അവര് പല സംശയങ്ങളും ചോദിക്കും. അതൊക്കെ നമ്മൾ വേണം ക്ലിയർ ചെയ്യാൻ. ഇതൊക്കെ പയ്യന്മാരെ കൊണ്ടേ പറ്റൂ. എനിക്ക് എന്നെ പലതും അറിയില്ല. ഞാനും +2 കഴിഞ്ഞ പയ്യന്മാരെ അന്വേഷിച്ചോണ്ടിരിക്കുക. പിള്ളേർക്കൊക്കെ ഇത് നിസ്സാരമല്ലേ? ഈ പ്രായത്തിൽ അങ്കിളിനെ കൊണ്ട് അത് പറ്റില്ല. സോറി. ശരിയെങ്കിലോ? ആ പച്ചു, നീ എവിടെടാ? കൊള്ളാം കൊള്ളാം. ഒന്ന് കൊണ്ടുപോണം. ഒന്നിനൊരു സമയം കിട്ടുന്നില്ല, അതാ. അല്ല, സുദർശനൻ ചേട്ടൻ വീട്ടിൽ വന്നോ? ചേച്ചി അറിഞ്ഞോ കാര്യങ്ങള്? എന്ത് കാര്യം? ഫോണിൽ അങ്ങേരെ കിട്ടാത്തോണ്ടാ നിന്നെ വിളിച്ചത്. ആളവിടെ ഇല്ലേ? അയ്യോ, ഇവിടെ ഇല്ല ചേച്ചി. സുദർശനൻ ചേട്ടനെ മുതലാളി ജോലിന്ന് പറഞ്ഞുവിട്ടിരിക്കുക. അവര് തമ്മിൽ ഇന്നലെ ചില പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുകയാണ്. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? നീ എന്തൊക്കെയാ ബാബു ഈ പറയുന്നത്? ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ഷെയർ ഹോൾഡേഴ്സിന്റെ മെയിൽ ലിസ്റ്റ് റെഡിയായിരുന്നു. ഇന്ന് 3 മണിക്ക് മീറ്റിംഗ് ആണ്. അയ്യോ, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് ജ്യോതി. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ റെഡിയാവും. ഇതാ ലിസ്റ്റ്. ഇതിന്റെ പേരിൽ അയാൾ അച്ഛന് ജോലിന്ന് പിരിച്ചു വിട്ടൂന്ന്. പിരിച്ചുവിട്ടോ? അതെ. അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ എവിടെ പോയി എന്നറിയാനാ ഞാൻ ഈ വിളിച്ചോണ്ടിരിക്കുന്നത്.
പക്ഷെ കിട്ടുന്നില്ല. എനിക്കെന്തോ പേടിയാവുന്നു മോളെ, അതാ ഞാൻ നിന്നെ വിളിച്ചത്. ശരി ശരി, അമ്മ പേടിക്കണ്ട, ഞാനിപ്പൊ തന്നെ വരാം. അച്ഛൻ ദൂരെങ്കും പോയിട്ടുണ്ടാവില്ല, നമുക്ക് കണ്ടുപിടിക്കാം ആളിനെ. ആ ശരി മോളെ, ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിൽക്കാം, നീ എവിടെ വന്നാ മതി. ശരി അമ്മ, ഞാൻ എന്താ വരുന്നു. ആ ശരി. ഒന്ന് മാറിയ ശ്രീലക്ഷ്മി. ഇൻവെസ്റ്റേഴ്സ് അന്ന് പറഞ്ഞിരുന്നത് പ്രോഡക്റ്റ് സക്സസ് ആയില്ലെങ്കിൽ അവരുടെ പണം മടക്കി കൊടുക്കണമെന്നാ. സർ, നമ്മൾ ഏർപ്പെടുത്തിയ വിലയും ക്വാളിറ്റിയും മിഡിൽ ക്ലാസ്സിലുള്ളവരെയും പാവപ്പെട്ടവരെയും ഒരേപോലെ ആകർഷിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അങ്ങനെ ഒരു വിജയം നമുക്ക് കിട്ടുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ സാറിന്? അത് മറ്റൊന്നുമല്ല സർ, നമ്മുടെ ക്യാപ്ഷൻ തന്നെയാ. 2 രൂപയ്ക്കും കട്ട പവറുണ്ട് ഭായി എന്ന നമ്മുടെ സൂപ്പർ ക്യാപ്ഷനും തന്നെ. ശ്രീലക്ഷ്മി, ഓക്കെ, നിനക്ക് ഓഫീസിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും ടെൻഷനും ഉണ്ടെന്ന് എനിക്കറിയാം. ധാരാളം ജീവനക്കാരെ മാനേജ് ചെയ്യൽ അത്ര എളുപ്പമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ അഗ്രി ദാറ്റ്. ബട്ട് ഇൻസൾട്ടിങ് അതേഴ്സ് ഈസ് നോട്ട് എ ഗുഡ് കൾച്ചർ. അവൾ ചോദിക്കാതെ പോയെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. ആദ്യം നീ അതാണ് അന്വേഷിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ വായിത്തൊന്ന് വിളിച്ചു പറയരുത്. മനസ്സിൽ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും വെറുതെ വളർത്തരുത്. മറ്റൊന്നും നമുക്കിടയിൽ വർക്കൗട്ടാവില്ല ഒരിക്കലും. ഇനി എന്ത് സൂക്ഷിക്കാൻ? നിന്റെ അച്ഛൻ ഇത് എവിടെ പോയി കിടക്കുന്നു? ഈ രാത്രി ഇനി ഇത് എവിടെ പോയി അന്വേഷിക്കാനാണ് എന്റെ കരുക്കൂത്തിയമ്മേ? എന്നാലും നമ്മളെ ഇട്ടിട്ട് നാട് വിട്ടു പോകാൻ ഈ മനുഷ്യന് തോന്നിയല്ലോ.
ദേ നോക്ക്, അങ്ങനെ കണ്ടില്ല ഞാൻ ഇനി ആ വീട്ടിലേക്കില്ല. ഇപ്പോഴേ പറയാ. എന്റെ അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. അച്ഛൻ വരും. അച്ഛൻ നമ്മളെ ഇട്ടിട്ട് എങ്ങും പോവില്ല. അമ്മ ദേ നോക്ക്, അച്ഛൻ. അച്ഛാ, നമ്മുടെ മോള് വലിയ പെണ്ണ. അവളെ ഇങ്ങനെ റോഡിലിരുത്തി കരയിക്കുന്നത് ശരിയല്ല. നിങ്ങളൊന്ന് എഴുന്നേറ്റ് വാ, പോകാം. അച്ഛ എനിക്ക് പോകാം നമുക്ക്. വാ, വരാൻ. വാ, എഴുന്നേക്ക്. മിണ്ടാതെ നടക്ക്. എന്ത് ശരിയാവൂന്ന്? ഒന്നും ശരിയാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് കരകയറാൻ ഒരു മാർഗം തെളിഞ്ഞു വന്നപ്പോ ചതുർത്ഥിയല്ലേ അച്ഛനും മോൾക്കും? അതെ, ചതുർത്ഥി തന്നെയാ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും പരിതപിച്ചാലും മോളുടെ കണ്ണീര് വീഴുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കില്ല. തീർച്ചയാ. വേണ്ട, നിക്കണ്ട. ഒരു വിശേഷ ദിവസത്തിൽ പോലും വയറ് നിറച്ചുണ്ണാനും വൃത്തിയുള്ളത് ഉടുക്കാനും ഇല്ലാതെ കാലാകാല ഈ ചതുപ്പിനുള്ളിൽ കിടക്കാം നമുക്ക്. തലവിധി അത്ര തന്നെ. അമ്മ ഒന്ന് നിർത്തോ പ്ലീസ്. ഓരോന്ന് പറഞ്ഞ അച്ഛനെ കൂടുതൽ വിഷമിപ്പിക്കാനായിട്ട്. ആ ആലോചന വിട്ട് കളിച്ചാ ഞാൻ ഈ പറഞ്ഞതേ നടക്കും. അത് പറയുമ്പോ അമ്മയെ കൊമ്മയെന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. സരോജം, ഈ വിവാഹം എന്ന് പറയണത് മതി. നിങ്ങളൊക്കെ പറയേ ഉള്ളൂ, ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തിന് ഇന്നത്തോടെ കഴിയുമ്പോ ഒരു തീരുമാനം അവരെടുത്തോളൂ. എന്താന്ന് വെച്ചാ അച്ഛനും മോളും കൂടി അങ്ങ് തീരുമാനം എടുത്താ മതി. ഞാൻ തോറ്റു. നല്ലൊരു ദിവസമായിട്ട് വീട്ടിലൊരു വിളക്കെങ്കിലും കൊളുത്തി വെക്കണം. ദൈവമേ ഉള്ളു ഇനി ഏക ആശ്രയം. സ്പീഡിൽ നടക്കാൻ കൂട്ടും. കരിക്കോത്തിയമ്മേ, ഇതെന്തു മറിമായം! നമ്മുടെ കഷ്ടപ്പാട് കണ്ട് ദൈവം ഇങ്ങി വീട്ടിലേക്ക് കയറി വന്ന പോലെയുണ്ടല്ലോ. സോ ഒരാൾ ചെയ്ത തെറ്റിന് മറ്റൊരാൾ സോറി പറയുന്നതിൽ അർത്ഥമില്ല. ആരാണോ ആ മിസ്റ്റേക്ക് ചെയ്യുന്നത് അവരാണ് സോറി പറയേണ്ടത്. അതാണ് എന്റെ ശരി. സാറ് പറഞ്ഞാണ് ശരി. സാറിനോട് സോറി പറയും മോളെ. Sorry, sir. I'm really sorry. It's okay. ചേട്ടൻ ഇനിയും ഈ വാശി പിടിക്കുന്നത്? ഞങ്ങളുടെ ദീപുവിന്റെ ഭാര്യയായി എന്റെ മരുമകളായിട്ടല്ലേ ഞങ്ങൾ ഇവളെ കൊണ്ടുപോകണോന്ന് ആഗ്രഹിക്കുന്നത്? പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ ഇവളെ. നിങ്ങൾ വിളിച്ച വിളിപ്പുറത്ത് ഇവളുണ്ടാവുകയും ചെയ്യും. എന്താ ഇതിൽ കൂടുതൽ സൗകര്യം നിങ്ങൾക്ക് വേണ്ടത്?
പറയടച്ചാ, ഇനി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പറ അവരോട് നമുക്ക് സമ്മതാണെന്ന്. ഈ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവന്റെ കല്യാണം ഞാൻ വേറെ നടത്തും. ക്ഷണിച്ചില്ലെങ്കിലും 3 പേരും വരണം, അത്രേ ഉള്ളൂ. അപ്പൊ പോട്ടെ സാറേ, നമുക്ക് കാണാം. പാടി. ഒരു നിമിഷം. ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. എന്റെ അച്ഛൻ എതിരെ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞ വാക്ക് എന്റെ അച്ഛന്റെ ഇത് കൂടിയാണെന്ന് വിശ്വസിക്കാം. ഈ വിവാഹത്തിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എന്റെ അച്ഛന്. എന്റെ കൈകൊത്തിയമ്മേ, ഇപ്പഴാ എല്ലാം ഭംഗിയായത്. ഞാനേ എല്ലാവർക്കും അല്പം മധുരം എടുക്കട്ടെ. 1 മിനിറ്റ്.